ദ നട്ട്സ്. നട്ട്സ് ഹെൽത്തിയാ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു സാധനം ആക്കി തരാം, അത് തിന്നോ? പ്രോമിസ്? ഓക്കെ. സോ നിങ്ങൾ കേട്ടില്ലേ എൻ്റെ മോളെ കംപ്ലൈൻറ്റ്? ആൾക്ക് നട്ട്സ് ഇഷ്ടമല്ല കഴിക്കാൻ. അപ്പം എന്ത് ചെയ്യാം, അവർ കഴിക്കുന്ന രീതിയിലേക്ക് നമുക്ക് അങ്ങ് സെറ്റാക്കി കൊടുക്കാം. സോ ഇവിടെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് ആൽമണ്ട് എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് നമുക്കൊരു 5 മിനിറ്റ്സ് ഒന്ന് ജസ്റ്റ് റോസ്റ്റാക്കി എടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക, കാരണം നട്ട്സ് ആണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ അടുത്ത് ഞാനിതിൽ കാഷ്യൂ ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് നിങ്ങളെ ഒരു ചോയ്സിനനുസരിച്ച് എടുക്കാം. ഏത് നട്ട്സ് കൂടുതൽ വേണമെന്നൊക്കെ നിങ്ങൾക്ക് ചോയ്സിനനുസരിച്ച് എടുക്കാൻ വേണ്ടി പറ്റും. കൂടുതൽ ഏതിൻ്റെ ടേസ്റ്റ് ആണോ മുന്നിൽ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ ഏതിൻ്റെ ബെനിഫിറ്റ് ആണോ കിട്ടേണ്ടത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചോയ്സിൽ ഡിഫറൻസ് വരുത്താം. ഇനി ഇതിലേക്ക് ഞാൻ പിസ്തയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏത് നട്ട്സ് ആണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിൽ ഗീ ഒഴിച്ചിട്ടൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ നട്ട്സ് അത്യാവശ്യം നല്ല ഫാറ്റി ആണ്. പിന്നെ ആദ്യം അതിലേക്ക് ഗീയും കൂടി ഒഴിച്ച് ഓവർ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, കാരണം നമ്മളിത് ഹെൽത്തി ആയി കഴിക്കാൻ പോകുന്നതാണ്. പിന്നെ ഡേറ്റ്സ് ഇടുന്ന സമയത്ത് എന്തായാലും ഒന്നും കൂടി ഓയിൽ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും, ഗീയിൽ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളായാലും ഗ്രൈൻഡ് ചെയ്യുമ്പോഴുള്ള മിക്സി ആയാലും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പാച്ചിലെ ഏത് സംഭവങ്ങളായാലും ഒരു തരി വെള്ളം ഇല്ലാതെ സൂക്ഷിക്കണം, കാരണം ഇത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് പൊട്ടുന്ന ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോഴാണ് ഇത് ഏകദേശം. അടുത്തതായി കുറച്ച് മക്കാന ചേർക്കാം. മക്കാന പെട്ടെന്ന് റോസ്റ്റായി കിട്ടും. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം നിങ്ങൾ ചെയ്യുക. മാക്സിമം വീഡിയോസ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ വേണ്ടി നോക്കും. മക്കാന ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വാൾനട്ട്. എനിക്ക് വാൾനട്ടിൻ്റെ ഫ്ലേവർ ഒരുപാട് അങ്ങ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഒരു പിടി മാത്രമേ വാൾനട്ട് ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഫൈനലി പംകിൻ സീഡ്. സോ ഇതും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നട്ട്സ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം, പ്ലസ് ഡേറ്റ്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഡേറ്റ്സ് റോസ്റ്റ് ചെയ്യാം. അപ്പം ഗീ ഒഴിച്ചിട്ട് അതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഞാൻ ഇതിലേക്ക് കുറച്ച് അത്തിപ്പഴം, അതുപോലെ തന്നെ ഉണക്കമുന്തിരി, കറുത്ത മുന്തിരിയും അതുപോലെ ഗോൾഡൻ കളർ മുന്തിരിയുമില്ലേ, അത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സൊക്കെ സെറ്റായിട്ടുണ്ട്. എൻ്റെ നമ്മളെ ഡേറ്റ്സ്, അത്തിപ്പഴം, റൈസിൻസ്. ഇതൊരിക്കലും നമ്മൾ കംപ്ലീറ്റ്ലി ഇട്ട് കൊടുക്കാൻ പാടില്ല, കുറച്ച് കുറച്ചായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഡേറ്റ്സ് പൊടിച്ചെടുത്തത് നമ്മൾ ഈ നട്ട്സ് പൗഡറിലേക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് എല്ലാം ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മോയ്സ്ചറിന് വേണ്ടി ഗീയും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം. പക്ഷെ ഞാനൊന്നും ഓവറായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഡേറ്റ്സിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് കൂടുതലായിട്ട് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് എടുക്കാം. ഞാൻ ഏതായാലും കുറച്ച് മാത്രമേ ഡേറ്റ്സ് എടുത്തിട്ടു, കാരണം ഞാൻ ഫോക്കസ് ചെയ്തത് നട്ട്സിലേക്കാണ്. ഡേറ്റ്സ് ഒന്നാമത് ഷുഗറാണ്, പിന്നെ അതുപോലെ തന്നെ നട്ട്സിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ നട്ട്സ് മതി എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കുഴക്കാൻ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവുക നട്ട്സ് മീൻസ് ഡേറ്റ്സ് കൂടുതൽ എടുക്കുന്ന സമയത്തായിരിക്കും, കാരണം ഡേറ്റ്സ് കുറച്ചും കൂടി സ്റ്റിക്കി ആണല്ലോ. ആൻഡ് ഫൈനലി നമ്മളെ നട്ട്സ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ ഒരു വൈറ്റ് എള്ള് വെച്ച് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അത് നിങ്ങൾ ചോയ്സിനനുസരിച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം.
അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്, മസ്റ്റ് ട്രൈ ആണ്. നീ എന്നോട് ഞാൻ പറഞ്ഞ സാധനം റെഡിയാ? ഒന്നും എടുത്ത് കഴിച്ചു നോക്കേ. ലഡുവാ ലഡു. സൂപ്പർ സൂപ്പർ. എനിക്കിങ്ങനെ ആക്കിയാൽ കഴിക്കോ? ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും എൻ്റെ ഉമ്മൻ്റെ വീഡിയോയിലും ഇടണം. അതുമല്ല എൻ്റെയും വീഡിയോയിലിട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.